പ്രേതം, ഭൂതം, പിശാച്, ആത്മാവ് എന്നിവ സത്യമോ മിഥ്യയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരുമിച്ച് ഉറുക്കുന്നിൽ ഉള്ള അവൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയി. വലിയ സംഭവമൊന്നുമില്ല, ഞായറാഴ്ചയല്ലേ. ഇനി പ്രത്യേകിച്ച് ജോലി തിരക്കുകളൊന്നും അയാൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കെ അരുവിക്ക് കുറുകെ പാൽവെള്ള നിറത്തിലുള്ള ഒരു മൂടൽമഞ്ഞ് രൂപപ്പെട്ടു. ആ വെളുത്ത പുക അരുവിക്ക് മുകളിലൂടെ നീങ്ങി പതിയെ മനുഷ്യരൂപം പ്രാപിച്ചു. അതവൻ്റെ അമ്മയുടെ ആത്മാവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ കാഴ്ച കണ്ടതോടെ അച്ഛൻ കരച്ചിൽ നിർത്തി. ഭയത്താൽ അയാളുടെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി. അയാൾ ഭയന്ന് പിറകിലേക്ക് വീണു. ആ സ്ത്രീയുടെ പ്രേതം അയാളുടെ ശരീരത്തിലേക്ക് പതിയെ പ്രവേശിച്ചു. അയാളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ചുവന്ന് തുടുത്ത അയാളുടെ മുഖം നീലനിറമായി മാറി. പക്ഷേ തൻ്റെ അച്ഛനെ സഹായഹസ്തം നീട്ടാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. എല്ലാം കണ്ട് തരിച്ച് നിൽക്കുകയായിരുന്നു അവന്. അയാൾ തൻ്റെ ഭാര്യയുടെ പ്രേതത്തിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിച്ചെങ്കിലും. പ്രിയമുള്ളവരെ, നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോ? പ്രേത ബംഗ്ലാവ് എന്ന കഥയെക്കുറിച്ച്. എന്തായാലും എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ അനുഭവമാണ് ഞാനിവിടെ എഴുതുന്നത്. സുഹൃത്തിൻ്റെ വാക്കുകളിൽ ഞാനത് വിവരിക്കുന്നു. 2015 ഡിസംബർ ക്രിസ്മസ് കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. ആ വർഷമാണ് ചേട്ടന് കൃഷി അസിസ്റ്റൻ്റായി ജോലി കിട്ടിയത്. ആലപ്പുഴ ജില്ലയിലെ കുത്തിയത്തോട് എന്ന സ്ഥലത്തെ കൃഷി ഓഫീസിലായിരുന്നു നിയമനം. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോകുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ബന്ധുവായ ഒരു അമ്മാവൻ്റെ വീട്ടിലാണ് ചേട്ടൻ